സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3,75,00,000 രൂപ വില വരുന്ന സ്ഥലം ഒരു ഹോസ്പിറ്റലിൽ കെട്ടുന്നതിന് വേണ്ടി ദാനമായി കൊടുത്തൊരു അമ്മയുടെ കഥയായിട്ട് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, മുതുതല ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായിട്ട് ഏകദേശം 24 വർഷമായിട്ട് വാടക കെട്ടിടത്തിലാണ് ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് നമ്മളെല്ലാം കണ്ടു, നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടു, ഹോസ്പിറ്റലിലെ പണി നടക്കുന്നു. ഏകദേശം 90% വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ സ്ഥലം ആരാണ് കൊടുത്തത്, എങ്ങനെയാണ് വാങ്ങിയതൊക്കെ അറിയുന്ന പങ്കുവയ്ക്കുന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വഴി ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഒരു കെട്ടകാലത്ത് ഒരു സെൻറ്റ് അല്ലെങ്കിൽ ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കാത്ത കലഹങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും വരെ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 3.25 കോടി വരുന്ന, ഏകദേശം സെൻറ്റിന് 15 ലക്ഷം വില വരുന്ന സ്ഥലം, 25 സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്, ദാനമായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ ഒരു അമ്മയാട്ടോ ഈ ഒരു സ്ഥലം ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ദാനമായി തന്നിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മയോട് എന്നും മുതുതലയിലെ ജനങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. സുഹൃത്തുക്കളെ, ഭാർഗവി നേരസ്യാർ എന്ന ആ അമ്മ നമുക്ക് ഈ ഭൂമി വിട്ടു നൽകിയപ്പോൾ ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യം മാത്രമാണ്. അവരുടെ ഭർത്താവിൻ്റെ പേര് അണ്ണൻകോട്ടിൽ ഗോപാലൻ നമ്പ്യാർ എന്ന ആ ഒരു നാമധേയം ഈ ഹോസ്പിറ്റലിൽ ചാർത്തണം. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടണം ഈ ഹോസ്പിറ്റൽ എന്ന് മാത്രം. ഗോപാലൻ നമ്പ്യാരുടെ രണ്ടാമത്തെ ഭാര്യയായ ഭാർഗവി നേരസ്യാരെ പോയി നമ്മൾ പെരിന്തൽമണ്ണയിൽ പോയി കണ്ടു. ഞങ്ങളെല്ലാവരും കൂടി കണ്ടപ്പോഴാണ് ഗോപാലൻ നമ്പ്യാരുടെ നാമധേയത്തിൽ ഞങ്ങളൊരു ആശുപത്രി പണിയാം, ഞങ്ങളുടെ 2 കോടി രൂപ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവർ യാതൊരു മടിയും കൂടാതെ അവർ നമുക്ക് നിലവിലുണ്ടായിരുന്ന ഈ ഗോപാലൻ നമ്പ്യാരുടെ തറവാട്ട് ഓഹരി അവർക്ക് മരണപത്രം എഴുതി വെച്ചതിൽ നിന്ന് 25 സെൻറ്റ് സ്ഥലം സൗജന്യമായി തന്നു. ആ സൗജന്യമായി കിട്ടിയ സ്ഥലത്താണ് പിന്നീട് പെട്ടെന്ന് നടപടി സ്വീകരിച്ചുകൊണ്ട് 2 കോടി രൂപയുടെ കെട്ടിടം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്.